അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റിച്ച് ഫ്രൂട്ട് കേക്കിൻ്റെ ആണ് കേട്ടോ. ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്, നോൺ ആൽക്കഹോളിക് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന ആ ഒരു സെയിം റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത്. 1 kg മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ഫ്രൂട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൂട്ട് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്, ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കാതെ കൈവച്ചൊന്ന് പിഴിഞ്ഞാൽ ഫ്രഷ് ജ്യൂസായിട്ട് തന്നെ കിട്ടണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കല്ല. 1 കപ്പ് അളവിൽ 250 ml 1 കപ്പ് എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മിക്സഡ് ഫ്രൂട്ട് ജാം 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു ടൈപ്പ് ജാം കേട്ടോ, ഓറഞ്ചിൻ്റെ പീലൊക്കെ ഒന്ന് മിക്സായി വരുന്ന ഒരു ടൈപ്പാണ്. ചെറിയൊരു ബിറ്റർ ടേസ്റ്റും അതിലൊക്കെ ചേർന്നിട്ടൊരു ജാമാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ഇതിലേക്ക് പ്ലം എസൻസ് 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടിയിട്ടൊരു 350 ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പളവ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 കപ്പ് ആ ഒരു അളവിലുണ്ടാവേ. അപ്പോൾ ഇത് നമുക്കിഷ്ടമുള്ള ടൈപ്പ് ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള രീതിയിൽ അളവിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഓറഞ്ച് സിസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ക്യൂബ് ടൈപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് നല്ല ഫ്ലഷി ആയിട്ട് വരുന്നതാണ്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ജിഞ്ചർ ക്യാൻഡി ആ ഒരു പൗഡറും കൂടി കൊടുക്കുന്നുണ്ട്. 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സിനമൺ പൗഡറാണ് ചേർത്ത് എടുക്കുന്നത്. 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാമേ. തിളപ്പിച്ച് നമുക്കൊന്ന് കുറുക്കി കിട്ടണം കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിയിട്ട് നമുക്കിത് ഈ ഒരു രീതിയിലേക്കൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് അത്തിപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ വെയിറ്റ് നേരത്തെ കൂട്ടിയിട്ടില്ല, 50 ഗ്രാം അളവിൽ അത്തിപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേനാണ് കേട്ടോ, 2 ടേബിൾ സ്പൂൺ തേനും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം വേണം തേനും അത്തിപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാനേ. മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒരാഴ്ചയെങ്കിലും പുറത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് സോക്കായിട്ട് കിട്ടുക. എന്നിട്ടാണ് ഞാനിവിടെ കേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാരമൽ സോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര നല്ലപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡ് കളറിൽ കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒഴിച്ചു ഉടനെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നാരങ്ങാ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരമൽ സോസ് ആണെങ്കിൽ കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മൾ നല്ലപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ കേക്കിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലോർ മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ നമ്മളിതിലേക്ക് ഒരു 4 ഐറ്റം പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് സിനമൺ പൗഡർ മുതൽ ഏലക്കാപ്പൊടിയും ഗ്രാമ്പൂവിൻ്റെ പൗഡർ പിന്നെ ജാതിക്കപ്പൊടി ഇതെല്ലാം കൂടി ചേർത്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു സിനമൺ പൗഡറും ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ വീതം എടുക്കണേ. പിന്നെ ആ ഒരു ബാക്കി 2 പൊടികൾ 1/4 ടീസ്പൂൺ വീതം മതിയാകും. എന്നിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് വേണ്ട ഒരു കാരമൽ സോസും ആ ഒരു ഫ്ലോർ മിക്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബാറ്റർ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്. 125 ഗ്രാം അളവിൽ അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് നല്ലപോലെ തണുപ്പൊക്കെ മാറിയിട്ട് സോഫ്റ്റായ ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബീറ്റർ കൊണ്ട് നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇതുപോലെ കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ 5 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും 1 മിനിറ്റ് ടൈം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാരയും ബട്ടറും കൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. കൂടി തന്നെ നമ്മൾ വാനില എസൻസും പ്ലം എസൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ പ്ലം എസൻസും 1 ടീസ്പൂൺ വാനിലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുട്ട ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അറിയാൻ പറ്റും ഒന്ന് പിരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ഒരു ക്രീമി സ്ട്രക്ചറിലേക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കിട്ടിയില്ല, പിരിഞ്ഞ് തന്നെ ഇരിക്കണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് പിന്നീട് നമ്മൾ ആ ഒരു ഫ്ലോർ മിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കാരമൽ സോസാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ചൂട് മാറിയതിന് ശേഷം മാത്രം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കാരമൽ സോസ് ഒന്നും കൊടുത്തിട്ട് അധിക ടൈം ബീറ്റ് ചെയ്യണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിക്സ് ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരാഴ്ച ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും ടൈം വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 2-3 ദിവസം കൊടുത്താലും മതി കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലോർ മിക്സിൽ നിന്ന് കുറച്ചൊന്ന് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് നട്ട്സും കൂടെ ഒന്ന് മിക്സിങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാഷ്യൂസും ആൽമണ്ട്സും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചൊന്ന് മൈദപ്പൊടി കൊടുത്തിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലോർ മിക്സ് ആണ് കൊടുക്കുന്നത്. കൂടെ തന്നെ ആ ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ബാച്ചസ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പകുതി ഫ്ലോർ മിക്സും പകുതി ഡ്രൈ ഫ്രൂട്ട്സും കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മൾ ബാക്കിയുള്ളത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റും 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബീട്രൂട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് കാഷ്യൂസും ആൽമണ്ട്സും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എത്രത്തോളം നട്ട്സ് കൊടുക്കുക അത്രത്തോളം നമ്മുടെ കേക്കിന് ടേസ്റ്റും ഉണ്ടാവേ. കുറച്ച് മൈദപ്പൊടിയിലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഈവനായിട്ട് കിട്ടാനായിട്ട് ചേർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ നമ്മൾ ആ ഒരു ബേസായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്കും കൂടി കൊടുക്കണേ. നമ്മൾ കുറച്ച് ടൈം എടുക്കുമല്ലോ ഒന്ന് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ സൈഡൊന്നും കരിഞ്ഞു പോകാതെ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമുക്കൊരു 180-ൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ പിന്നെ 160-ലേക്ക് ആ ഒരു ബേക്കിംഗ് ടൈമിൽ മാറ്റി കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു 1.25 മണിക്കൂറോളം ടൈം എടുക്കും കേട്ടോ. നല്ലപോലെ അത് റിച്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ടോപ്പ് എന്നാൽ ഇതുപോലെ ഒന്ന് ഡാർക്ക് കളറിലേക്ക് ആവും കേട്ടോ. കുറച്ച് ടൈം ഒന്ന് ബേക്കായി വരുന്നതുകൊണ്ട് തന്നെ. പക്ഷേ പിറ്റേ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് അന്നേ ദിവസം കഴിക്കാതെ ഒന്ന് ബട്ടർ പേപ്പറിൽ കവർ ചെയ്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ആ ഒരു നല്ലൊരു ഫ്ലേവർ മണമൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രിസ്മസിന് ഈ ഒരു റെസിപ്പി നിങ്ങൾ മിസ് ചെയ്യല്ലേ, അത്രയും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്